നമസ്കാരം. ഇക്കഴിഞ്ഞ ജൂൺ മാസം കാലവർഷം ശക്തിപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് കർണാടകയിലെ ഷിരൂർ അങ്കോളയിൽ ഒരു വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടാകുന്നു. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരനായ നമ്മുടെ പ്രിയപ്പെട്ടവനായ ഒരു സഹോദരൻ അർജുൻ താൻ ഓടിച്ചിരുന്ന വാഹനവുമായി ആ മണ്ണിടിച്ചിലിൽ അകപ്പെടുന്നു. പിന്നീട് ഇങ്ങോട്ട് കഴിഞ്ഞ 10-70 ദിവസക്കാലമായി അർജുൻ എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ ആശങ്കയിലായിരുന്നു കേരളം മാത്രമല്ല, മലയാളികളുള്ള നമ്മുടെ ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ അർജുൻ വലിയൊരു ദുരന്ത കഥാപാത്രമായി മാറി. അർജുനെ ജീവനോടെ കണ്ടെത്താം എന്നുള്ള പ്രതീക്ഷയായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ മലയാളി സമൂഹം. ആ മണ്ണിടിച്ചിൽ നടന്ന ആ സ്ഥലത്ത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പുറംലോകത്തോട് വിളിച്ചു പറയേണ്ട സർക്കാർ സംവിധാനങ്ങൾ പോലും ആദ്യഘട്ടത്തിലൊക്കെ അവിടെ പരാജയപ്പെട്ടു. അതൊരു കുറ്റമായി പറയുന്നതല്ല, അത്രയേറെ ദുസ്സഹമായിരുന്നു ആ മേഖലയിലെ ആ പ്രകൃതി ദുരന്തം. അവിടെ ഒരു അന്വേഷണം നടത്തുക, ഒരു തിരച്ചിൽ നടത്തുക, പുഴയിലായാലും മേൽഭാഗത്തായാലും ഒക്കെ അതീവ ദുഷ്കരമായൊരു സാഹചര്യത്തിലായിരുന്നു ആ സ്ഥിതിഗതികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ഗവൺമെൻറ് സംവിധാനത്തോട് സഹായം അഭ്യർത്ഥിക്കുക എന്നതിലപ്പുറം ഇത്തരം വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഇടങ്ങളിൽ നമുക്ക് മറ്റു മാർഗങ്ങളില്ലാതാവുന്നു എന്നുള്ളത് സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അവിടെ ആ ദിവസം മുതൽ വലിയ ഒരു താരപരിവേഷത്തോട് നിന്ന ഒരു വിദ്വാനുണ്ട്. ആ മഹാൻ അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമസ്ഥനായ മനാഫ് എന്ന് പറയുന്ന ഒരു കോഴിക്കോട്ടുകാരനാണ്. ആ നാളുകളിലൊന്നും മനാഫിനെ കുറിച്ച് നമുക്ക് മറ്റ് സംശയങ്ങളൊന്നും, മനാഫ് പുറത്തു കാണിക്കുന്നത് പോലെ തന്നെ അകത്തും അങ്ങനെ ഒരു മനസ്ഥിതിയും ആത്മാർത്ഥതയും ഒക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനാണ് മനാഫ്. തൻ്റെ ലോറിയേക്കാൾ ഉപരി, ജീവനേക്കാൾ ഉപരി സ്നേഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ, തൻ്റെ സുഹൃത്ത്, തൻ്റെ വലങ്കയ്യായിരുന്ന തൻ്റെ ഒരു തൊഴിലാളി, ഒരു ചെറുപ്പക്കാരനായ ആ വ്യക്തി ആ ദുരന്തത്തിൽ അകപ്പെട്ടു പോയതിൻ്റെ വേദനയാണ് മനാഫ് അവിടെ നിന്ന് പങ്കുവെക്കുന്നത് എന്നായിരുന്നു നാം ഒക്കെ ആദ്യഘട്ടങ്ങളിൽ കരുതിയിരുന്നത്. അർജുൻ്റെ മൃതശരീരം 71 ദിവസത്തിന് ശേഷം നമുക്ക് തിരിച്ചു കിട്ടുകയും മരണാനന്തര കർമ്മങ്ങളൊക്കെ കോഴിക്കോട്ട് കണ്ണാടിക്കലിലെ വീട്ടിൽ നടക്കുന്ന ഘട്ടത്തിൽ പോലും മനാഫിനെ കുറിച്ച് നമുക്ക് നമ്മുടെ സമൂഹത്തിന് മറ്റൊരു അഭിപ്രായം വലിയ രീതിയിൽ ഉണ്ടായിരുന്നില്ല. എന്നാലും ചില കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഇവനെ സൂക്ഷിക്കണം, ഇവൻ ആളത്ര ശരിയല്ല, ഇവനൊരു പച്ചയായ കച്ചവടക്കാരനാണ്, ഇവൻ്റെ തലയ്ക്ക് ചുറ്റും കച്ചവടം മാത്രമേ ഉള്ളൂ, അതിലപ്പുറം മനുഷ്യത്വവും മഹാമനസ്കതയും ഒന്നും ഈ മനുഷ്യനില്ല എന്നുള്ള രീതിയിലുള്ള ഖ്യാതികളൊക്കെ പരക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അത്തരത്തിലുള്ള ഒരു കച്ചവട മനസ്ഥിതിയുള്ള ഒരു സമൂഹമല്ല കേരളം എന്നുള്ളത് കൊണ്ട് അതൊക്കെ നാം തള്ളിക്കളഞ്ഞതാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു പക്ഷേ മതപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം മനാഫിനെ അങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം ആളുകൾ, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടുന്ന ആളുകളൊക്കെ കരുതിയിരുന്നത്. പക്ഷെ ഇന്നത്തെ ഈ ദിവസം മനാഫിൻ്റെ പൂച്ചുകളൊക്കെ പുറത്തായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മനുഷ്യൻ എത്രമാത്രം കഠിന ഹൃദയനാണ്, ഈ മനുഷ്യൻ്റെ തലക്കുള്ളിൽ മതത്തിനപ്പുറം മറ്റെന്തെങ്കിലും സ്നേഹം ഉൾപ്പെടെയുള്ള മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മനാഫിൻ്റെ അത്തരം കച്ചവട താല്പര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്നിരുന്നാലും ചില കാര്യങ്ങൾ ഇവിടെ പറയാതിരിക്കുന്നത്, മനാഫിനെ പോലെയുള്ള മനുഷ്യ കച്ചവടക്കാർക്ക്, അതായത് മനുഷ്യൻ്റെ മൃതശരീരത്തെ പോലും കച്ചവടം ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന ആളുകൾക്ക് നമ്മുടെ സമൂഹത്തിൽ അത്ര വലിയ സ്ഥാനമൊന്നുമില്ല, നിങ്ങളൊക്കെ വെറും കീടങ്ങളാണ്, നിങ്ങളുടെ വിജയമൊക്കെ താൽക്കാലികമായ വിജയം മാത്രമാണ് എന്നെങ്കിലും പറയാൻ പറ്റിയില്ലെങ്കിൽ അത് അങ്ങനെയുള്ള എന്നെ പോലെയുള്ള ഓരോരുത്തരും അവനവനോട് തന്നെ ചെയ്യുന്ന കടുത്തൊരു അനീതിയാണ്. ഇന്ന് അർജുൻ്റെ കുടുംബം ഒരു വാർത്താ സമ്മേളനം നടത്തി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. അർജുൻ്റെ ലോറിയുടെ ഉടമസ്ഥനായ ഈ മനുഷ്യൻ മനാഫ് അർജുൻ്റെ മൃതശരീരം വെച്ച് അർജുൻ്റെ ശരീരം വിറ്റ് അർജുൻ്റെ ആത്മാർത്ഥത വിറ്റ് കാശാക്കാനുള്ള ശ്രമം നടത്തുന്നു. ആ ശ്രമം മനാഫ് ഉപേക്ഷിക്കണം എന്നായിരുന്നു ആ പത്രസമ്മേളനത്തിൻ്റെ ചുരുക്കെഴുത്ത്. അവരുന്നയിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചിലത് മാത്രം ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കാം. ജൂലൈ 3-ാം വാരത്തിലാണ് അർജുനെയും അർജുൻ്റെ ലോറിയും കണ്ടെത്താനുള്ള ഒരു ശ്രമം, തീവ്രമായൊരു ശ്രമം കർണാടകയിലെ ഗവൺമെൻറ്റും അവിടെയുള്ള നാട്ടുകാരുമൊക്കെ ആരംഭിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തിരച്ചിൽ നടത്തുന്നില്ല എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് മനാഫ് ആ കർണാടകയിലെ ആ പ്രദേശത്തെ ജില്ലാ ഭരണകൂടവുമായി ഒരു തുറന്ന ഏറ്റുമുട്ടലിന് വേണ്ടി പുറപ്പെട്ടു. ഫലത്തിൽ അന്നു തന്നെ അർജുൻ്റെ വീട്ടുകാർക്ക് ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. പക്ഷേ അർജുനെക്കുറിച്ച് യാതൊരു വിവരങ്ങളും കിട്ടാതിരുന്ന പശ്ചാത്തലത്തിൽ അവരത് പ്രകടിപ്പിച്ചില്ല എന്നാണ് ഇന്ന് അവർ പറഞ്ഞത്. രണ്ടാമത്തേത്, അർജുനെ 10-70 ദിവസങ്ങൾക്ക് ശേഷം കണ്ടെത്താൻ വേണ്ടി ഒട്ടേറെ ആളുകൾ, ഈശ്വർ മാൽപ്പ ഉൾപ്പെടെയുള്ള യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ ആ പ്രദേശത്ത് ദിവസങ്ങളോളം തമ്പടിച്ച് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത ആളുകളും
സർവോപരി അർജുൻ്റെ കുടുംബങ്ങളും അവരെക്കാളൊക്കെ ഉപരിയായി മനാഫിൻ്റെ എന്തോ പ്രത്യേക കഴിവ് കൊണ്ടാണ്, മനാഫിൻ്റെ ചില താല്പര്യങ്ങൾ കൊണ്ടാണ് അർജുൻ്റെ മൃതശരീരം ഇപ്പോൾ കണ്ടെടുക്കാൻ കഴിഞ്ഞത് എന്നുള്ള രീതിയിൽ മനാഫ് തന്നെ അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണങ്ങൾ നടക്കുന്നു. ഇത് ആ കുടുംബത്തെ സംബന്ധിച്ച് അപമാനകരമാണ്. കാരണം നഷ്ടം അവർക്കാണുണ്ടായത്. മനാഫിനെ സംബന്ധിച്ച് വലിയ അധിക പ്രസംഗമൊക്കെ നടത്തി സമൂഹത്തിലും പത്രമാധ്യമങ്ങളുടെ മുമ്പിലുമൊക്കെ ഞെളിഞ്ഞു നിന്ന് ഞാൻ നിങ്ങൾ വിചാരിച്ച ആളല്ല, ഞാൻ വലിയ ആളാണ് എന്നൊക്കെ അധിക പ്രസംഗം പറയാമെന്നല്ലാതെ നഷ്ടപ്പെട്ടത് അർജുൻ്റെ കുടുംബത്തിനാണ്. അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളും ഗവൺമെൻറ് സംവിധാനവും കോൺഗ്രസിൻ്റെ നേതാവ് കെ സി വേണുഗോപാലിനെ ഈ അവസരത്തിൽ മറന്നുപോകാൻ പാടില്ലാത്തതാണ്. അവരൊക്കെയാണ് അർജുൻ്റെ മൃതശരീരം ഇപ്പോഴെങ്കിലും കണ്ടെടുക്കാൻ വേണ്ടി നമുക്ക് സഹായകമായത്. പക്ഷെ അതിനൊക്കെ അപ്പുറം താനാണ് ഈ കാര്യത്തിൽ എന്തോ വലിയ പങ്കാളിത്തം വഹിച്ചത് എന്ന മട്ടിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ മനാഫ് വലിയ പ്രചരണങ്ങൾ നടത്തി ആ കുടുംബത്തെയും മറ്റുള്ള ആളുകളെയും ഒക്കെ ഇകഴ്ത്തി കെട്ടി. മൂന്നാമത്തേത് 75,000 രൂപയോളം തൻ്റെ വാഹനം ഓടിക്കുന്ന വകയിൽ അർജുന് താൻ ശമ്പളം കൊടുത്തിരുന്നു എന്നുള്ള ഒരു വിശദീകരണമാണ്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ മതം മാത്രം തലക്കു പിടിച്ച ഈ വെളിപാട് നഷ്ടപ്പെട്ടു പോയ ഈ മനുഷ്യൻ അർജുൻ്റെ മരണത്തിന് ശേഷം ഈ 75,000 രൂപ ശമ്പളം കൊടുത്ത കഥ ഈ മാലോകരോട് വിളമ്പിയതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്താണ് എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. മിസ്റ്റർ മനാഫ് 75,000 കിട്ടിയില്ല എന്നോ 75,000-ൽ അധികം കിട്ടിയിരുന്നു എന്നോ പറയാൻ അർജുൻ ഇന്ന് ജീവനോടെയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന ഈ വിദ്വാന്റെ മാനസിക നില എന്താണ് എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടുന്നത് തന്നെയാണ്. അപ്പോൾ അർജുനെയും അർജുൻ്റെ കുടുംബത്തെയും ഇത്രയും കാലം സംരക്ഷിച്ചു പോന്നിരുന്നത് താൻ കൊടുക്കുന്ന ഈ 75,000 എന്ന മഹാശമ്പളത്തിൻ്റെ ആ തുകയിൽ നിന്നാണ്. അർജുൻ്റെ മരണശേഷം അവരൊക്കെ പാപ്പരായിരിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ളൊരു കുപ്രചരണം ഇതിൻ്റെ പിന്നിലുണ്ട് മനാഫ്. നാലാമത്തെ കാര്യം, അർജുൻ്റെ മകനെ ഞാൻ എൻ്റെ മകനായി സംരക്ഷിക്കുമെന്നാണ്. തന്നോട് ആരെങ്കിലും ആവശ്യപ്പെട്ടൊരു കാര്യമായിരുന്നോ അർജുൻ്റെ മകനെ സംരക്ഷിക്കാൻ താല്പര്യപ്പെടണം എന്നുള്ള കാര്യം? അപ്പോൾ ഇതൊക്കെ വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കച്ചവട താല്പര്യം മനാഫ് കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് വ്യത്യസ്തമായി ഭക്ഷണം കഴിക്കുന്ന ആളുകളുള്ള ഒരു സമൂഹത്തിൽ, അരിയാഹാരം കഴിക്കുന്ന ആളുകളുള്ള ഒരു സമൂഹത്തിൽ അവർക്കത് പെട്ടെന്ന് ബോധ്യപ്പെടും. അർജുൻ്റെ കുടുംബത്തിൽ ഒട്ടേറെ ആളുകളും അപ്പൂപ്പന്മാരും മറ്റുള്ള സഹോദരങ്ങളും കുടുംബത്തിലെ ആസ്തിയും അവർക്ക് അതിനുള്ള സാമ്പത്തിക സൗകര്യങ്ങളും ഒക്കെയുള്ള ഘട്ടത്തിൽ താൻ എന്തിനാണ് സുഹൃത്തെ അർജുൻ്റെ കുടുംബത്തിനെ, അർജുൻ്റെ മകനെ താൻ സംരക്ഷിക്കും എന്നുള്ള ഒരു വീരസ്യം പറഞ്ഞു പോയത്? പണപ്പിരിവായിരുന്നില്ലേ ലക്ഷ്യം? ഇപ്പോൾ ഈ അർജുൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് താൻ പണപ്പിരിവ് നടത്തുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണം കൂടി ആ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം, അർജുൻ്റെ മൃതദേഹവും അർജുൻ്റെ സ്നേഹവും അർജുൻ്റെ ആത്മാർത്ഥതയും പൊതുസമൂഹത്തിൽ കച്ചവട താല്പര്യപ്രകാരം വിപണനം നടത്തി അതിൽ നിന്ന് ലാഭം കൊയ്യാനുള്ള തൻ്റെ ആ മഹാമനസ്കതയുണ്ടല്ലോ, അത് താൻ പഠിച്ച അത് അവിടെ തന്നെ പോയി വെക്കുന്നതായിരിക്കും ഉചിതം. കേരളം വലിയ പ്രബുദ്ധതയുള്ള ഒരു നാടാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് താൻ ഈ പത്രമാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞു പോയത്. അർജുൻ്റെ മകനെ സംരക്ഷിക്കാൻ അവരുടെ കുടുംബമുണ്ട്. അർജുൻ്റെ മൃതശരീരം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ വേങ്ങേരി സർവീസ് സഹകരണ ബാങ്ക് അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തത് മനാഫിൻ്റെ ഒത്താശയിലായിരുന്നു. അതൊരു പൊതുമര്യാദയുടെ ഭാഗമല്ലായിരുന്നു. ഞാനാണ് അർജുൻ്റെ ഭാര്യയ്ക്ക് വേങ്ങേരി സഹകരണ ബാങ്കിൽ ജോലി വാങ്ങിക്കൊടുത്തത്. കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളും കേരള ഗവൺമെൻറ്റും കർണാടക സർക്കാരും ഒക്കെ എനിക്ക് താഴെയാണ് എന്നുള്ള രീതിയിൽ അധിക പ്രസംഗം നടത്താനുള്ള വിവരം മാത്രമേ തനിക്കുള്ളൂ എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇന്നലെ വരെ തന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ആളുകളൊക്കെ ഇന്നിപ്പോൾ തന്നെ പുച്ഛിക്കുന്നത് തൻ്റെ ഈ സ്വഭാവം ഒന്നുകൊണ്ട് മാത്രമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മനാഫ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ അർജുനോട് ഒരാത്മാർത്ഥതയും കാണിക്കാത്ത വ്യക്തിയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് ഇനി മനാഫ് തന്നെ വാർത്താമാധ്യമങ്ങളോട് ചില പ്രതികരണങ്ങൾ നടത്തിയ ഘട്ടത്തിലാണ്. മനാഫിൻ്റെ തലക്കുള്ളിലെ സകല സ്വഭാവവും സകല വൈകൃതങ്ങളും പുറത്തേക്ക് വന്നൊരു ഘട്ടമായിരുന്നു അത്. ഈ വീഡിയോ മനാഫ് കാണുന്നുണ്ടെങ്കിൽ മനാഫ് തന്നെ തിരിച്ചറിയേണ്ടതാണ്. അർജുൻ്റെ പേര് തൻ്റെ ലോറിക്കിടുന്നതിനെ പറ്റി വാർത്താമാധ്യമങ്ങൾ ചോദിച്ച ഘട്ടത്തിലാണ് ഒരു പ്രതികരണം നടത്തിപ്പോയത്. അർജുൻ്റെ കുടുംബത്തിന് അത് താല്പര്യമില്ല. തൻ്റെ ലോറിക്ക് അർജുൻ എന്ന് പേരിടുന്നതിനോട് അർജുൻ്റെ കുടുംബത്തിന് താല്പര്യമില്ല. അപ്പോൾ താൻ ചോദിച്ചൊരു മറുചോദ്യമുണ്ട്. ടാറ്റ, ബിർള, അദാനി ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ബ്രാൻഡഡ് പേരാണോ അർജുൻ്റെ പേര്? എൻ്റെ ലോറിക്ക് എന്ത് പേരിടണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഞാനിപ്പോൾ ഇടാൻ തീരുമാനിച്ച പേര് അർജുൻ എന്നാണ്. അല്പം ഉളുപ്പ് എന്നൊരു സംഗതി ഒരു സാധാരണ മനുഷ്യന്, പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരൻ ഉണ്ടാവേണ്ടതാണ്. മാനവും മര്യാദയും ഇല്ലാത്തൊരു മനുഷ്യനാണ് എന്ന് താൻ തന്നെയാണ് ഇന്ന് പൊതുസമൂഹത്തോട് വാർത്താമാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത്. തൻ്റെ ലോറിക്ക് അർജുൻ എന്ന് പേരിട്ടില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുമോ?
അല്ലെ തൻ്റെ ലോറിക്ക് ഇപ്പോൾ അർജുൻ എന്ന് പേരിട്ടാൽ അർജുൻ്റെ കുടുംബത്തിനോ അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിനോ പ്രത്യേകിച്ച് എന്തെങ്കിലും ചാരിതാർത്ഥ്യം ഉണ്ടാകുമോ? ആ മരണപ്പെട്ടു പോയ ആ ചെറുപ്പക്കാരനോട് എന്തെങ്കിലും ഒരു ബഹുമാനം തൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പേരിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നല്ലേ താൻ പറയേണ്ടത്. പക്ഷെ തൻ്റെ വികാരം അവിടെ ശരിയായ രീതിയിൽ പ്രതിഫലിച്ചു. ഞാനാരാ മോൻ എന്നൊരു ചോദ്യം കൂടി ആ കൂട്ടത്തിൽ താൻ ചോദിക്കുന്നുണ്ട്. കേരളത്തിലെ പൊതുസമൂഹത്തിന് സാമാന്യ മര്യാദയും സാമാന്യ വിവേകത്തോടെയും ബുദ്ധിയോടെയും പക്വതയോടെയും ജീവിക്കുന്ന ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ അട്ടഹസിക്കരുത്, അലറരുത്. അത് താൻ ബാലപാഠം പഠിച്ചു പോയ ആ ബാല്യവിദ്യാലയമുണ്ടല്ലോ, അത് അവിടെ കൊണ്ടുപോയി പയറ്റിയാൽ മതിയാകും എന്നുള്ളതെങ്കിലും പറയാൻ എന്നെ പോലെയുള്ള ആളുകൾ നിർബന്ധിതനായതാണ്. അർജുൻ എന്നുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ആത്മാവിനെയും ശരീരത്തെയും വേദനിപ്പിച്ചുകൊണ്ട് താൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ തനിക്കത് തന്ന കരങ്ങളിലേക്ക് തിരിച്ചു കൊടുക്കാനുള്ള സാമാന്യ മര്യാദയാണ് മനാഫ് നീ കാണിക്കേണ്ടത്. നിനക്ക് അർജുനോട് മാത്രമല്ല, നിനക്ക് ഈ പൊതുസമൂഹത്തോടും അർജുൻ്റെ കുടുംബത്തോടുമൊന്നും യാതൊരു ആത്മാർത്ഥയുമില്ല. നീ യഥാർത്ഥ കച്ചവടക്കാരനാണ്. നിന്റെ ബിസിനസ് താല്പര്യങ്ങളാണ് നീ സംരക്ഷിക്കുന്നത്. നീ അതിനിടയിൽ ഒരു യൂട്യൂബ് ചാനലിനെ പറ്റി പറഞ്ഞു. യൂട്യൂബ് ചാനൽ സാർവത്രികമായി നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ നടത്തിപ്പോരുന്ന ഒന്നാണ്. ശിരൂരിലെ മണ്ണിടിച്ചിലിൽ അർജുനും തൻ്റെ ലോറിയും കാണാതായതിനു ശേഷം ആ പുഴവക്കൽ ഇരുന്നു കൊണ്ടാണ് താൻ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്ന് താൻ ഒരിക്കൽ ഒരു ഘട്ടത്തിൽ പറഞ്ഞു. അർജുൻ്റെ കണ്ടെത്തലിന് ശേഷം അതിൽ പ്രത്യേകിച്ച് വിഭവങ്ങളൊന്നും താൻ ഇട്ടിരുന്നില്ല എന്നും പറഞ്ഞു. ഇനി അങ്ങോട്ട് ഞാനത് ഗംഭീരമായി ആഘോഷിക്കും, എനിക്കെന്താ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ ആരാ എന്നോട് ചോദിക്കാൻ എന്നൊക്കെയാണ് തൻ്റെ ഭാഷ്യം. ഇതൊക്കെ വരുന്നത് വേറെ ചില വികാരങ്ങൾ തൻ്റെ തലച്ചോറിൽ ആഴത്തിൽ ഉള്ളതുകൊണ്ടാണ്. അതേ വികാരമാണ് ഇന്ന് പല ഘട്ടങ്ങളിലായി പല സന്ദർഭങ്ങളിലും നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നാം കാണുന്നത്. അതിനെ പച്ചയായി വിളിക്കേണ്ട പേര് മറ്റൊന്നാണ്. ആ പേര് ഈ ഒരു ഘട്ടത്തിൽ, ഒരു ചെറുപ്പക്കാരൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്ന ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു സൽപ്പേര് കൂടി തനിക്ക് ചാർത്തിത്തരാൻ തൽക്കാലം ഉദ്ദേശമില്ല. പക്ഷെ താൻ വായടക്കണം. അർജുൻ്റെ കുടുംബത്തോട് ചെയ്യുന്ന അനീതി അവസാനിപ്പിക്കണം. തനിക്ക് എന്തെങ്കിലും ആത്മാഭിമാനവും വിവേകവും ഉണ്ടെങ്കിൽ ആ കുടുംബത്തോടുള്ള കടപ്പാട് നിറവേറ്റാൻ വേണ്ടി തനിക്കെന്തെങ്കിലും വ്യക്തിപരമായി ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുക എന്നത് മാത്രമാണ് തനിക്കിവിടെ ചെയ്യാനുള്ളത്. താൻ ആരുമല്ല എന്നുള്ള തിരിച്ചറിവ് തനിക്കുണ്ടാവണം.